ഗൈസ് പോരി പോരി. ഒരുപാട് നാളായി കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ഒരു പെട്ടിയാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് കാണിച്ചു തരാം. എന്നാ വാ. ഇത് കോഴിയല. അടുത്തത് ഇത് ലഡു ആണ്. പൊട്ടിക്കാൻ പറ്റുന്നില്ല, പൊടിഞ്ഞു പോയിട്ടുണ്ട് അത്യാവശ്യം. ഇത് ജിലേബി. ഇത് ഗീ കേക്ക് ആണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊരിച്ചെടുത്തിട്ടുള്ള സ്പ്രിംഗ് ആണ്. ഇത് ബീഫ് പൊരിച്ചതാണ്. ഇത് കുറച്ച് മീൻ പൊരിച്ചതാണ്. 2 നുറുക്കുണ്ട്. കുറച്ചധികം പുളിമുട്ടായി കൊടുത്തയച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തതാണ്. മഞ്ഞപ്പൊടിയും കറി ലീവ്സും ഒക്കെ ചേർത്ത് വറുത്തെടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇത് ഒന്നും ചേർക്കാണ്ട് വെയിലത്ത് ഉണക്കിയെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. ഇതും ബീഫിന്റെ പാക്കാണ് കേട്ടോ. ഇതൊരു ബോട്ടിലാണ്. ഇത് ഹണീന്റെ പാക്കാണ് കേട്ടോ. ഇത് കൂർക്കയാണ് കേട്ടോ. കൂർക്ക ഉപ്പേരി കഴിക്കാൻ കുറെ നാളായി ആഗ്രഹിക്കണ്. അങ്ങനെ കൂർക്ക കൊടുത്തയച്ചാണ് കേട്ടോ. ഇത് നാട്ടിൽ കിട്ടുന്ന ഒസ്മാൻ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് ആണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ടില്ല, കഴിച്ചിട്ട് പറയാം. ഇത് കുറച്ച് കറി ലീവ്സ് ആണ്. ഇത് കുറച്ച് നട്ട്സും കൊപ്രയും ശർക്കരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് പച്ചമാങ്ങ ഉണ്ട്. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് കുറച്ച് നെയ്യാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മിക്സറിന്റെ ഒരു പാക്കാണ് കേട്ടോ. 2 പാക്ക് ഹൽവ ഉണ്ട്. ഇത് പിക്കിൾഡ് മാംഗോയും പിക്കിൾഡ് നെല്ലിക്കയും കൂടിയാണ് കേട്ടോ. രണ്ടും ഒരു പാക്കായിട്ട് കെട്ടിവെച്ചതാണ്. ഇത് 2 പാക്ക് പാനിപൂരിയാണ്. ഇതിന്റെ എല്ലാ മിക്സ്ചറും വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചേർത്തൊന്ന് കലക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് നമ്മുടെ ആസ്ഥാൻ വർക്കാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്.